നമ്മൾ എവിടെ പോവാ? ആണോ? പോവാം. റെഡി? ഹൈഫൈ. ഹൈഫൈ. ഹലോ, ഗുഡ് ഈവനിങ്. ഞങ്ങൾ പുറത്തോട്ടൊന്നും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ചുമ്മാ ഒരു വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. അകത്ത് തന്നെ ഇരിക്കുമ്പോൾ മോനൊരു ഫ്രസ്ട്രേഷനാണ്, എനിക്കും അകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ആവാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. തോക്കൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. അവർ പുറത്തോട്ടുമ്പോൾ എന്തെങ്കിലും ഒന്ന് അവർ ടോയ്സ് കൈ കരുതണം, അത് അവനൊരു സന്തോഷമാണ്. എന്നോട് ചോദിക്കുക എടുത്തോട്ടെ അമ്മ എന്ന്. എന്നിട്ട് ഞാൻ ഓക്കെ പറയുമ്പോൾ അവൻ എടുത്തിട്ട് വരും. ഇപ്പോൾ കൊണ്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന തോടാണ് കേട്ടോ. ഒരുപാട് മീനുണ്ട്. എല്ലാ കാഴ്ചയും കണ്ട് ആസ്വദിക്കായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ. കാഴ്ചകളെല്ലാം അവർ എക്സ്പ്ലോർ ചെയ്യണം അല്ലേ, ഈ കുഞ്ഞു പ്രായത്തിൽ ഓരോരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടുകയാണ് കേട്ടോ. എന്നെ പിന്നെ ഞാൻ സൈഡിലോട്ട് മാറ്റി നിർത്തി, മോനെ വീഴല്ലേ എന്ന് പറഞ്ഞ്. മുൻപ് ഇതിലേ പോയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ എന്നോട് ഷെയർ ചെയ്യും കേട്ടോ, ഓർത്ത്. ഇങ്ങനെ അവന് ഭയങ്കര ഹാപ്പിനെസ്സാണ്, ആ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് ഷെയർ ചെയ്യും. ഭയങ്കര വെയിലാണ് കേട്ടോ. അല്ല നീയോ? ഭയങ്കര വെയിലല്ലേ അല്ലേ? പറ. റബ്ബർത്തോട്ടമൊക്കെ എത്തുമ്പോൾ ഒരു ആശ്വാസമാണ് കേട്ടോ. വെയിലൊക്കെ ഒന്ന് കുറയും, ഒരു തണലൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സൊക്കെ ആയിട്ടാണ് പോയത്. പിന്നെ എനിക്ക് ഇനി കുറച്ച് ദൂരം കൂടെ നടക്കാനുള്ള അവധില്ല, എനിക്ക് വയ്യാതായി കേട്ടോ. കുറച്ച് ദൂരം നടന്നപ്പോൾ, കുറച്ച് ദൂരമല്ല കുറച്ച് അധികം ദൂരം ഞങ്ങൾ നടന്നു. പിന്നെ ഞാൻ അവനെ പറഞ്ഞ് പതുക്കെ കൺവിൻസ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ട് പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു കേട്ടോ വീട്ടിലോട്ട്. നല്ല വെയിലുമായിരുന്നു, സഹിക്കാൻ വയ്യാത്ത വെയിലായിരുന്നു. പിന്നെ വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് കയറിയപ്പോൾ വെയിലൊക്കെ ഒന്ന് മങ്ങി, നല്ല ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. അങ്ങനെ അവന് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. ഞങ്ങളൊരു വാക്കിന് പോയി വേഗം തിരിച്ചെത്തി.